ഹലോ, നമ്മൾ ഈ സ്വിച്ച് കേസൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അകത്തൊരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചില്ലേ? ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തോന്നായിരുന്നു ഞാൻ പറഞ്ഞത്? ആ ഒരു കോഡ് ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ കണ്ടിന്യൂ എന്ന് പറയുന്ന വേറൊരെണ്ണമുണ്ട്. അപ്പോൾ ബേസിക്കലി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ് എഴുതാം. ഫോർ ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 0 ഓക്കെ ഹലോ വേൾഡ് അല്ല പ്രിൻറ്റ് ചെയ്യാനുള്ള എനിക്ക് ആ ഒരു നമ്പർ പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. ഓക്കെ, പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് ഡി ന്യൂ ലൈൻ കൊടുക്കാം ഐ. ഓക്കെ, അപ്പോൾ ഇതെന്തോ ചെയ്യുന്നത് ബേസിക്കലി 0 തൊട്ട് ലെസ് ദാൻ 5 എന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 0 1 2 3 4 എന്ന് പറയുന്ന വരെയുള്ള ഒരു നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് അല്ലേ? ഇതിൻ്റെ അകത്ത് ഞാനൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ ഇഫ് കണ്ടീഷൻ എഴുതുകയാണ്. ഇഫ് ഞാൻ പറയുന്ന ഐ എന്ന് പറയുന്നത് ഈക്വൽ ടു 3 ആണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു? കണ്ടിന്യൂ എന്ന് പറയും. ഓക്കെ, അത് കുറച്ച് കമൻറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, ഐ ഈക്വൽ ടു 3 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഞാനൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും കൂടി കൊടുക്കുകയാണ് അവിടെ വെച്ച് സ്കിപ്പായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സ്കിപ്പിംഗ് 3. ഓക്കെ, ഇത് കണ്ടോ? അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ വന്നു? ഫസ്റ്റ് 0 പ്രിൻ്റായി, 1 പ്രിൻ്റായി, 2 പ്രിൻ്റായി, 3 പ്രിൻ്റ് ആയിട്ടുണ്ടോ? ഇല്ല, സ്കിപ്പിംഗ് 3 എന്നാണ് വന്നത്. എന്നിട്ടാണ് 4 പ്രിൻ്റായി. അപ്പോൾ എങ്ങനെയാണ് വർക്കായത്? ഫസ്റ്റ് എന്താണ്? 0 വന്നു. 0 ഐ ഈക്വൽ ടു 3 ആണോ? 0 ഈക്വൽ ടു 3 ആണോ? അല്ല. അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, 0നെ പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് 0നെ നമ്മൾ എന്ത് ചെയ്തു? 1 ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. 1 ലെസ് ദാൻ 5 ആണ്. കണ്ടീഷൻ ട്രൂ ആയി. ഇതിൻ്റെ അകത്ത് കയറി. ഇവിടെ വന്നപ്പോൾ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് 1 ഈക്വൽ ടു 3 ആണോ? അല്ല, അതിൻ്റെ അകത്ത് കയറിയില്ല. പ്രിൻ്റ് എഫ് വന്നു. ഐ പ്രിൻ്റായി, 1 പ്രിൻ്റായി. വീണ്ടും ഐയുടെ വാല്യൂ 2 ആയി. ഓക്കെ, വരും. 2 ലെസ് ദാൻ 5 ആണ്. ഓക്കെ, കണ്ടീഷൻ ഓക്കെ ആണ്. ഇവിടെ വരുമ്പോൾ 2 ഈക്വൽ ടു 3 ആണോ? അല്ല, അത് കയറത്തില്ല. എന്ത് ചെയ്തു? പ്രിൻ്റ് എഫ് ചെയ്തു. നമ്മൾ എന്തിനെ പ്രിൻറ്റ് ചെയ്തു? 2നെ പ്രിൻറ്റ് ചെയ്തു. ഇനി അടുത്ത ഐയുടെ വാല്യൂ 1 കൂടി എത്രയായി? 3 ആയി. 3 ലെസ് ദാൻ 5 ആണ്. ഇവിടെ വന്നു. ഈ കണ്ടീഷൻ എന്തായി? ട്രൂ ആയി. കാരണം ഇഫ് ഐ ഈക്വൽ ടു 3, അതായത് ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ എത്രയാണ്? 3 ആണ്. 3 ഈക്വൽ ടു 3 ആണെങ്കിൽ എന്താ പറഞ്ഞേ? സ്കിപ്പിംഗ് 3 എന്ന് എഴുതി കാണിക്കുക. എന്നിട്ട് എന്ത് പറഞ്ഞു? കണ്ടിന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തു? സ്കിപ്പിംഗ് 3 എന്ന് എഴുതി കാണിച്ചിട്ട് ബാക്കി കോഡല്ലേ എക്സിക്യൂട്ട് ചെയ്യൂ. 4ൻ്റെ അകത്തുള്ള ബാക്കി കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ വന്ന് 3 എന്ന് പറയുന്ന വാല്യൂവും പ്രിൻറ്റ് ചെയ്തേനെ. അപ്പോൾ സ്കിപ്പിംഗ് 3 എന്നും എഴുതി കാണിച്ചേനെ, 3 എന്നും എഴുതി കാണിച്ചേനെ. കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? നേരെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും, 4 ആവും. എന്നിട്ട് 4 എന്ന് പറയുന്നതിനെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ചെയ്തത്? ആ ഒരു ലൂപ്പിൻ്റെ ബാക്കി എക്സിക്യൂഷനെ നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. ഇനി ഞാൻ കണ്ടിന്യൂവിന് പകരം ഇവിടെ ബ്രേക്ക് ആണ് കൊടുത്തിരുന്നെങ്കിൽ സെയിം സംഭവത്തിൻ്റെ അകത്ത് ഞാൻ എന്ത് കൊടുത്തു? ബ്രേക്ക് ഒന്നും കൊടുത്തു. വേറെ വ്യത്യാസമൊന്നുമില്ല. ഐ ഈക്വൽ ടു 3 ആവുന്ന കേസിൽ ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു? ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് വന്ന വ്യത്യാസം കണ്ടോ? നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്തപ്പോൾ 0 വന്നു, 1 വന്നു, 2 വന്നു, 3നെ എൻ്റയർലി സ്കിപ്പ് ചെയ്തു. പക്ഷേ സ്റ്റിൽ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു? 4 എന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ട്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ 0 വന്നു, 1 വന്നു, 2 വന്നു. ഈ സ്കിപ്പിംഗ് 3 എന്ന് എഴുതി കാണിച്ചത് എന്തുകൊണ്ടാണ്? ആ ഇഫിൻ്റെ അകത്ത് ഞാൻ ആ ഒരു ലൈൻ കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് അവിടെയാണ് ഞാൻ എന്ത് ചെയ്താൽ ബ്രേക്കും കൊടുത്തിട്ടുള്ളത് അല്ലേ? ആ ഇഫിൻ്റെ അകത്തല്ലേ ഞാൻ ബ്രേക്കും കൊടുത്തേക്കുന്നത്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? എക്സിക്യൂഷൻ, ആ ഫോർ ലൂപ്പ് എൻ്റയർലി നമ്മൾ എന്ത് ചെയ്തു? ഹോൾട്ട് ചെയ്തു. ആ എൻ്റയർ ബ്ലോക്ക് ഓഫ് കോഡിനെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. കണ്ടിന്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് ഇറ്ററേഷനിലോട്ട് പോകും. ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇത് രണ്ടുമാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ.